ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോഷ്യൽ സയൻസ് ക്ലാസ്. സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയുടെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പരമ്പരാഗത തുണി വ്യവസായം എങ്ങനെയാണ് തകർന്നത് എന്നതായിരുന്നു അവസാനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് പരമ്പരാഗത മറ്റു ഗ്രാമീണ വ്യവസായങ്ങളുടെ തകർച്ചക്ക് കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, റെഡിയാണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ പരമ്പരാഗതമായിട്ട് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട ഗ്രാമീണ വ്യവസായങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഗ്രാമീണ വ്യവസായങ്ങൾ? ഗ്രാമീണ വ്യവസായങ്ങൾ ഓക്കെ, അവ തകരാനുണ്ടായ കാരണം ഇതാണ് നമുക്കിന്ന് ആദ്യമായിട്ട് നോക്കാനുള്ളത്. ഗ്രാമീണ വ്യവസായങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമതാണ് എന്തെന്ന് പറയുന്നത് മൺപാത്ര നിർമ്മാണം. പണ്ട് കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായമായിരുന്നു ഏതെന്ന് പറയുന്നത് മൺപാത്ര നിർമ്മാണം. എങ്ങനെയാണ് മൺപാത്ര നിർമ്മാണം തകർന്നു പോയത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് മൺപാത്ര നിർമ്മാണം തകർന്നത്? പ്രധാനപ്പെട്ട ഒരു കാരണം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഇവിടുന്ന് ഊഹിച്ചെഴുതാൻ പറ്റും. നേരത്തെ പരമ്പരാഗത തുണി വ്യവസായ തകർച്ചക്ക് കാരണമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പൊ തൽക്കാലം എന്ത് മാത്രമേ പഠിക്കുന്നുള്ളൂ? യെസ്, അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി. അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഒരു ഗ്രാമീണ വ്യവസായത്തെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു, മൺപാത്ര നിർമ്മാണമാണ്. മൺപാത്ര നിർമ്മാണം തകരാനുണ്ടായ കാരണം എന്താണ്? അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയാണ്. കാരണം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചേക്കണം. രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസായം ഉണ്ടായിരുന്നു. ഏതാണത്? തുകൽ നിർമ്മാണം. മൃഗങ്ങളുടെയും മറ്റു ജന്തുക്കളുടെയും ഒക്കെ തോലുകൾ ശേഖരിച്ച് അവ സംസ്കരിച്ച് ഉൽപ്പന്നങ്ങളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത് തുകൽ നിർമ്മാണം എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ തോലിന്റെ ലെതർ എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ ഈ തുകൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ തുകൽ നിർമ്മാണം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ ഒരു ഗ്രാമീണ വ്യവസായമായിരുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്? തകരുന്നുണ്ട്. അത് തകരാനുണ്ടായ കാരണം എന്താണ്? അസംസ്കൃത വസ്തുവായ തുകലിന്റെ കയറ്റുമതി. അസംസ്കൃത വസ്തുവായ തുകലിന്റെ കയറ്റുമതിയാണ് എന്തിന് കാരണമായത്? തുകൽ നിർമ്മാണത്തിന്റെ തകർച്ചക്ക് കാരണമായത്. ഓക്കെ, അപ്പൊ പരമ്പരാഗത വ്യവസായമായ തുകൽ നിർമ്മാണം എങ്ങനെയാണ് തകർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? അസംസ്കൃത വസ്തുവായ തുകൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂറോപ്പിലേക്ക് വൻപിച്ച തോതിൽ കയറ്റുമതി ചെയ്തിരുന്നു. ഓക്കെ, അസംസ്കൃത വസ്തുവായ തുകൽ കയറ്റുമതി ചെയ്തിരുന്നു. എവിടേക്ക്? യൂറോപ്പിലേക്ക്. ഒന്നും കൂടി ആണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? ഞാനിവിടെ ഒരു കോഡ് എഴുതി തരാം. അസംസ്കൃത വസ്തുവായ തുകൽ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഓക്കെ, ഇത് ഇതിന്റെ കാരണമായി തുകൽ നിർമ്മാണ രംഗം തകരുന്നതിന് കാരണമായി. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മരപ്പണി മേഖലയാണ്. ഓക്കെ, ഈ മരപ്പണി മേഖല എന്തുകൊണ്ടാണ് തകർന്നത്? ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം കാരണമാണ് മരപ്പണി മേഖല തകർന്നത്. ഓക്കെ, ലോഹനിർമ്മിത
യന്ത്രങ്ങളുടെ ഉപയോഗം കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത് മരപ്പണി മേഖല പകരുന്നത്. അപ്പൊ ഈ 3 പോയിന്റുകളും അവർ തകരാനുണ്ടായ കാരണങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് എന്ത് വേണം? ഒരു വ്യക്തമായ ധാരണ വേണം. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് എന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് വില്ലേജ് ഇൻഡസ്ട്രീസ്, ഓക്കെ, അഥവാ ഗ്രാമീണ വ്യവസായങ്ങൾ ഏതൊക്കെയാണ്, കോസ് ഓഫ് ഡിക്ലൈൻ, അതിന്റെ തകർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് പറയാൻ പോകുന്നത്. അപ്പൊ വില്ലേജ് ഇൻഡസ്ട്രീസിൽ ആദ്യം വരുന്നത് പോട്ടറി ആണ്. പോട്ടറി എന്ന് പറഞ്ഞാൽ മൺപാത്ര നിർമ്മാണം. അതിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കോസ് എന്താണ്? ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽസ്. ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽസ് എന്നതാണ് കോസ് ഓഫ് ഡിക്ലൈൻ എന്തിന്റെ? വില്ലേജ് ഇൻഡസ്ട്രി ആയ പോട്ടറിയുടെ. ഓക്കെ, അപ്പൊ മൺപാത്ര നിർമ്മാണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽസ്, അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി. ദെൻ രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, ടാനിങ് ആണ്. ടാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു തുകൽപ്പണിയാണ്. അതിന്റെ തകർച്ചയ്ക്കുള്ള കാരണം എന്തായിരുന്നു? എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്. അസംസ്കൃത വസ്തുവായ ലെതറിനെ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് എന്തിന് കാരണമായത്? ഈ ഒരു ടാനിങ്ങിന്റെ തകർച്ചക്ക് കാരണമായത്. നെക്സ്റ്റ് മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് കാർപ്പൻട്രി ആണ്. കാർപ്പൻട്രി മേഖല അഥവാ മരപ്പണി മേഖല എന്തുകൊണ്ടാണ് തകരാൻ കാരണം? യൂസ് ഓഫ് മെഷീൻ മെയ്ഡ് മെറ്റൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? കാർപ്പൻട്രി മേഖലയുടെ തകർച്ചക്ക് കാരണമായി തീർന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെച്ചേക്കണം. ഇനി അവിടെ നിങ്ങൾ നോക്കൂ, ഇത്തരത്തിലുള്ള റൂയിൻസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയുടെ തകർച്ചയും ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, കരകൗശല വ്യവസായത്തിന്റെ തകർച്ചയും എന്തിലേക്കാണ് നയിക്കുന്നത്? ലെഡ് ഇന്ത്യ, അത് ഇന്ത്യയെ നയിച്ചിരുന്നു ടു ഫാമിൻ, ഭക്ഷ്യക്ഷാമത്തിലേക്കും, ആൻഡ് ഡെത്ത്സ്, മരണത്തിലേക്കും, ഡ്യൂ ടു സ്റ്റാവേഷൻ, പട്ടിണി കാരണം. ഇത്തരത്തിൽ കാർഷിക മേഖലയുടെയും അതുപോലെ തന്നെ കരകൗശല മേഖലയുടെയും തകർച്ച കാരണം അല്ലെങ്കിൽ നശിപ്പിക്കൽ കാരണം, ബ്രിട്ടീഷുകാരുടെ നശിപ്പിക്കൽ കാരണം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ജനങ്ങളെ ഭക്ഷ്യക്ഷാമത്തിലേക്കും അതോടൊപ്പം തന്നെ മരണത്തിലേക്കും തള്ളിയിടുന്നതിന് കാരണമായി. അതിന്റെ മെയിൻ റീസൺ എന്തായിരുന്നു? സ്റ്റാർവേഷൻ അഥവാ പട്ടിണിയായിരുന്നു. ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ലാക്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ഓഫ് ഫാമിൻ കാരണം, ഭക്ഷ്യക്ഷാമം കാരണം ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കണം. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിലെ തുണി വ്യവസായവും ഇന്ത്യയിലെ കരകൗശല മേഖലയും തകർന്നതായി നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആധുനിക വ്യവസായശാലകളുടെ ആരംഭത്തെക്കുറിച്ചും അവിടെയുള്ള തൊഴിലാളികൾ അനുഭവിച്ച പ്രയാസത്തെക്കുറിച്ചുമാണ് ഇനി നമ്മൾ പറയുന്നത്. എന്തെല്ലാം പ്രയാസങ്ങളാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ആധുനിക വ്യവസായശാലകളിൽ അനുഭവിച്ചിട്ടുള്ളത്? അപ്പൊ അതിനു മുമ്പ് എപ്പോഴാണ് ഈ ആധുനിക വ്യവസായശാലകൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു ഐഡിയ വേണം. 19ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിൽ എന്ത് ആരംഭിക്കുന്നത്? ആധുനിക വ്യവസായശാലകൾ ആരംഭിക്കുന്നത്. ആദ്യം അവർ തോട്ടം വ്യവസായങ്ങളിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. പിന്നീട് അവർ ഇന്ത്യയിൽ എന്തെല്ലാം സ്ഥാപിക്കുന്നുണ്ട്? ചണം ഫാക്ടറികളും അതുപോലെ തന്നെ തുണിമിൽ ഫാക്ടറികളും, ദെൻ ഇരുമ്പുരുക്ക്, ദെൻ പേപ്പർ വ്യവസായങ്ങളിലും ഏർപ്പെട്ടു. ഇവിടങ്ങളിലൊക്കെ തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ ആരായിരുന്നു? ഇന്ത്യയിലെ തന്നെ പാവപ്പെട്ട വിഭാഗമായിരുന്നു. ഇന്ത്യയിൽ തന്നെയുള്ള ആൾക്കാരെ വളരെയധികം ചൂഷണം ചെയ്തിരുന്നു ആര്? ബ്രിട്ടീഷുകാർ. അങ്ങനെയാണെങ്കിൽ ഇത്തരം ആധുനിക ഫാക്ടറികളിൽ, ആധുനിക വ്യവസായശാലകളിൽ ഇന്ത്യയിലെ തൊഴിലാളികൾ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക വ്യവസായശാലകളിൽ തൊഴിലാളികൾ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. പ്രധാനമായിട്ടും 3 പോയിന്റുകളാണ് അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ആധുനിക വ്യവസായശാലകളിൽ തൊഴിലാളികൾ അനുഭവിച്ച പ്രയാസങ്ങൾ.
ആധുനിക വ്യവസായ മേഖലയിൽ തൊഴിലാളികൾ അനുഭവിച്ച പ്രയാസങ്ങൾ. പ്രയാസങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ. എന്തെല്ലാം പ്രയാസങ്ങളായിരുന്നു ആധുനിക വ്യവസായ ശാലകളിൽ ഈ തൊഴിലാളികൾ അനുഭവിച്ചത്? ഒന്നാമത്തത് മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം. ഓക്കെ, എന്താണ് രണ്ടാമത്തെ പോയിന്റ്? രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു കുറഞ്ഞ കൂലി. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം. ആധുനിക വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ ആധുനിക വ്യവസായ ശാലകളിൽ തൊഴിലാളികൾ അനുഭവിച്ച ദുരിതങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, രണ്ട് കുറഞ്ഞ കൂലി. നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കൂ നിങ്ങൾ. എന്താണ് മൂന്നാമത്തെ പോയിന്റ്? അനാരോഗ്യകരമായ താമസ സൗകര്യം. അനാരോഗ്യപരമായ താമസ സൗകര്യം. ഓക്കെ, അനാരോഗ്യകരമായ താമസ സൗകര്യം. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഈ 3 പോയിന്റുകളാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്. അപ്പൊ ആധുനിക വ്യവസായ ശാലകളിലെ തൊഴിലാളികൾ അനുഭവിച്ച പ്രയാസങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, രണ്ടാമത്തത് കുറഞ്ഞ കൂലി, മൂന്നാമത്തത് അനാരോഗ്യകരമായ താമസ സൗകര്യം. ഓക്കെ, ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല. അനാരോഗ്യകരമായ താമസ സൗകര്യം എന്ന് പറഞ്ഞാൽ എന്തായി? ഈ 3 പോയിന്റ് എഴുതിയാൽ ഇതിന്റെ ഉത്തരമായി. ഓക്കെ, ഇനി അതിന്റെ ഇംഗ്ലീഷ് നോക്കാം. എന്തായിരുന്നു ചോദ്യം? പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വർക്കേഴ്സ് ഇൻ ദ മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ദ ഫസ്റ്റ് വൺ, പ്രോലോങ്ഡ് വർക്കിംഗ് ഹവേഴ്സ്. മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം. രണ്ടാമത്തതോ മീഗർ വേജസ്. ഓക്കെ, തുച്ഛമായ കൂലി. അൺഹെൽത്തി അക്കമഡേഷൻ, അനാരോഗ്യകരമായിട്ടുള്ള താമസ സൗകര്യം. ഈ 3 പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കടക്കാൻ പോകുന്നതാണ്. അപ്പം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിലെ കർഷകരും ഇന്ത്യയിലെ കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏർപ്പെട്ടവരും ദെൻ ഫാക്ടറികളിലെ തൊഴിലാളികളും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. ഇവരെല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുതായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ തൊഴിലാളികൾ നടത്തിയിട്ടുള്ള 2 സമരങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, ബോംബെയിലെ തുണിമിൽ സമരം. ബോംബെയിലെ തുണിമിൽ സമരം. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, കൊൽക്കത്തയിലെ ചണമിൽ സമരം. കൊൽക്കത്തയിലെ ചണമിൽ സമരം. ഒന്നാമത്തെ നോക്കൂ നിങ്ങൾ, ബോംബെയിലെ തുണിമിൽ സമരം. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, കൊൽക്കത്തയിലെ ചണമിൽ സമരം. ഈ 2 സമരവും ആരാണ് നടത്തുന്നത്? ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യയിലെ തൊഴിലാളികൾ അനുഭവിച്ച പ്രയാസങ്ങൾ കാരണം അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിച്ചതാണ്. ഓക്കെ, അപ്പൊ തൊഴിലാളികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ 2 സമരങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. ബോംബെയിലെ തുണിമിൽ സമരത്തിനും അതുപോലെ തന്നെ കൊൽക്കത്തയിലെ ചണമിൽ സമരത്തിനും. ഈ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഓർത്തു വെച്ചേക്കണം. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിലെ കർഷകരും ഇന്ത്യയിലെ കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇവരെല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ അവരുടേതായിട്ടുള്ള രീതിയിൽ ശക്തമായ പോരാട്ടവും സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. എന്നാൽ ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇന്ത്യയിൽ ഒരു വലിയ ശക്തമായ ഒരു പ്രക്ഷോഭം തന്നെ നടത്തി. ആ ഒരു പ്രക്ഷോഭമാണ് ഏതെന്ന് പറയുന്നത്? 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്.
ഓക്കെ, അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ശിപായി ലഹള എന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. ഏത് വർഷമാണ് ഇത്തരമൊരു കലാപം സംഘടിപ്പിക്കപ്പെട്ടത്? 1857. ഓക്കെ, അപ്പൊ 1857 ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ എല്ലാ വിഭാഗവും ഒത്തൊരുമിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം തന്നെ നടത്തി. ഏതാണ് ആ പ്രക്ഷോഭം? ശിപായി ലഹള അല്ലെങ്കിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതാണ് ആ പ്രക്ഷോഭം. അതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. 1857 കലാപത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 1857 കലാപം ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പേരിലും അഥവാ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് 1857 റിവോൾട്ട്, 1857 കലാപം, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി അറിയപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും 2 പോയിന്റുകളാണ് ഓർത്തിരിക്കേണ്ടത്. 1857 കലാപം എന്തുകൊണ്ടാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പോയിന്റുകളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത്തത്, ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ് എന്ന് പറയുന്നത് 1857 റിവോൾട്ട്. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ കർഷകരും അതുപോലെ തന്നെ ഇന്ത്യയിലെ രാജാക്കന്മാരും ദെൻ ശിപ്പായിമാരും കരകൗശല തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്? സംയുക്തമായി കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ എല്ലാ വിഭാഗം ആൾക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഓരോ വിഭാഗം മാത്രമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധങ്ങൾ നടത്തിയതെങ്കിൽ ഇവിടെ ഈ 4 വിഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കൂ നിങ്ങൾ. എന്താ രണ്ടാമത്തെ പോയിന്റ്? ദിസ് റെബലിയൻ ഓഫ് കിങ്സ്, പെസൻസ്, സോൾജേഴ്സ് ആൻഡ് ആർട്ടിസാൻസ് who were dissatisfied with the British rule without being confined locally is known as India's first war of independence. ബ്രിട്ടീഷ് ഭരണത്തിൽ അസംതൃപ്തരായിട്ടുള്ള രാജാക്കന്മാർ, പട്ടാളക്കാർ, കർഷകർ, കരകൗശല വിദഗ്ധർ പ്രാദേശികമായി ഒതുങ്ങി നിൽക്കാതെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമായത് കൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പേര് വന്നത്. എന്താണ് ഈ ഒരു റബലിയന്റെ 1857 ഈ കലാപത്തിന്റെ പ്രത്യേകത എന്താ? ഇതിൽ രാജാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്, കർഷകർ പങ്കെടുത്തിട്ടുണ്ട്, ശിപായിമാർ പങ്കെടുത്തിട്ടുണ്ട്, കരകൗശല തൊഴിലാളികൾ പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ പങ്കെടുക്കാൻ കാരണം? They were dissatisfied with British rule. അവർ ബ്രിട്ടീഷ് ഭരണത്തിൽ അസംതൃപ്തരായിരുന്നു. Without being confined locally, പ്രാദേശികമായിട്ട് ഒതുങ്ങി നിൽക്കാതെ. Without being confined locally means പ്രാദേശികമായി ഒതുങ്ങി നിൽക്കാതെ അവരും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ഒരു വലിയ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിച്ചു. അതുകൊണ്ട് ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ ആണോ? മനസ്സിലായോ? അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കോസസ് ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857. 1857 നടന്നിട്ടുള്ള ഈ റിവോൾട്ടിന്റെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് അറിയപ്പെടുന്ന സീപ്പോയ് മൂട്ടിനി അഥവാ ശിപായി ലഹള എന്ന് അറിയപ്പെടുന്ന ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാരണം മിസറീസ് ഓഫ് ഫാമേഴ്സ് ആണ്. രണ്ടാമത്തത് പോവർട്ടി ഓഫ് ദി ക്രാഫ്റ്റ്സ്മാൻ ആണ്. ഇത് രണ്ടും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്.
അല്ലേ? നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെ തുടർന്ന് വളരെയധികം പ്രയാസത്തിലായിട്ടുള്ള രണ്ട് വിഭാഗമാണ്. ഒന്ന് കർഷകര്, രണ്ട് കരകൗശല തൊഴിലാളികൾ. അപ്പം കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ റിവോൾട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പങ്കെടുക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തത് നോക്കൂ, ക്രാഫ്റ്റ്സ്മാൻ. അവരെന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരും എന്തിൽ പങ്കെടുക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഒരു കലാപത്തിൽ പങ്കാളികളാവുന്നുണ്ട്. നമുക്കറിയാം എന്തൊക്കെയായിരുന്നു ഈ മിസറീസ് ഓഫ് ഫാമേഴ്സിനും പോവർട്ടി ഓഫ് ദി ക്രാഫ്റ്റ്സ്മെനും കാരണമായിട്ടുള്ളത്. ഒന്ന്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, അമിതമായ നികുതി ചുമത്തിയിരുന്നു. ഇത് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിൽ ചൂഷണങ്ങൾ ചെയ്തിരുന്നു ബ്രിട്ടീഷുകാര്. ദെൻ ഇതിനോടൊപ്പം തന്നെ ഫാക്ടറികളിലും മറ്റും ജോലി ചെയ്യുന്ന കരകൗശല തൊഴിലാളികളെ അല്ലെങ്കിൽ മറ്റു തൊഴിലാളികളെ മണിക്കൂറുകളോളം അവർ ജോലി ചെയ്യിപ്പിച്ചിരുന്നു. ദെൻ അതിനൊക്കെ പുറമെ കുറഞ്ഞ കൂലിയായിരുന്നു ആർക്ക് ലഭിച്ചിരുന്നത്, തൊഴിലാളികൾക്കും കരകൗശല തൊഴിലാളികൾക്കും ലഭിച്ചിരുന്നത്. ഇത്തരത്തിൽ ആകെ വളരെ പ്രയാസം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഇന്ത്യയിലെ കർഷകരും കരകൗശല തൊഴിലാളികളും അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. അതായത് പറയുന്നതാണ് ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ അസംതൃപ്തി. അത് നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അടുത്ത നമുക്ക് നോക്കാം, മിസറീസ് ഓഫ് ദി സിപ്പോയ്സ്. എന്താണ്, ശിപ്പായിമാരുടെ ദുരിതങ്ങള്. അപ്പോൾ ഇതില് ഏറ്റവും 1857 റിവോൾട്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് മിസറീസ് ഓഫ് ദി സീപ്പോയ് ആണ്. അപ്പം മിസറീസ് ഓഫ് ദി സീപ്പോയ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, മിസറീസ് ഓഫ് ഫാമേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പോവർട്ടി ഓഫ് ദി ക്രാഫ്റ്റ്സ്മാനും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ അത് രണ്ടും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, മിസറീസ് ഓഫ് ദി സീപ്പോയ്സും ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സും. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മിസറീസ് ഓഫ് ദി സീപ്പോയ്സ് അഥവാ ശിപ്പായിമാരുടെ ദുരിതങ്ങള്. അപ്പൊ എന്തായിരുന്നു ശിപ്പായിമാരുടെ ദുരിതത്തിന് കാരണം? ഒന്ന്, പുവർ സാലറി ആണ്. ദാറ്റ് മീൻസ് ബ്രിട്ടീഷുകാർ വളരെ തുച്ഛമായ ശമ്പളമാണ് ആർക്ക് നൽകിയിരുന്നത്, ഇന്ത്യൻ ജനങ്ങളായിട്ടുള്ള ഈ പട്ടാളക്കാർക്ക് നൽകിയിരുന്നത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാരായ ഉദ്യോഗസ്ഥന്മാർ വളരെ തുച്ഛമായ സാലറിയാണ് ആർക്ക് നൽകിയിരുന്നത്, ഇന്ത്യൻ സീപ്പോയ്സിന് നൽകിയിരുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്, പുവർ സാലറി. രണ്ടാമത് നോക്കും നിങ്ങൾ, അബ്യൂസ് ബൈ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ബ്രിട്ടീഷ് ഓഫീസർമാരുടെ അവഹേളനം, അല്ലേ? ബ്രിട്ടീഷ് ഓഫീസർമാർ ഇവരെന്ത് ചെയ്യുക, കളിയാക്കുക. ബ്രിട്ടീഷ് ഓഫീസർമാർ ഇവരെന്ത് ചെയ്യുക, പരിഹസിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ ശിപ്പായിമാർക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്, ദുരിതം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരാൾ കളിയാക്കി കഴിഞ്ഞാൽ, നമ്മളൊരാൾ എന്ത് ചെയ്യാണ്, പരിഹസിച്ചു കഴിഞ്ഞാൽ, എല്ലാ തരത്തിലും നമ്മൾ എന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ബ്രിട്ടീഷുകാരായ ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട അവഹേളനമാണ് രണ്ടാമത്തെ പോയിന്റ്, അബ്യൂസ് ബൈ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട അവഹേളനം. നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ പോയിന്റ്, ദ റൂമർ ദാറ്റ് ദ കാർട്രിഡ്ജ് ഇൻ ദ ന്യൂലി സപ്ലൈഡ് എൻഫീൽഡ് റൈഫിൾസ് were greased with the fat of cow and pigs. അല്ലേ? എന്താ ഇവിടെ സംഭവിച്ചത്? ഒരു റൂമർ ഉണ്ടാവാണ്. റൂമർ എന്ന് പറഞ്ഞാൽ എന്താ, ഗോസിപ്പ് എന്നുള്ളതാണ്. ഒരു ഗോസിപ്പ്, ഒരു കിംവദന്തി ഉണ്ടാവുന്നുണ്ട്. എന്താണ് ആ കിംവദന്തി? ദാറ്റ് ദ കാർട്രിഡ്ജ് ഇൻ ദ ന്യൂലി സപ്ലൈഡ് എൻഫീൽഡ് റൈഫിൾ, പുതുതായിട്ട് സപ്ലൈ ചെയ്യുന്ന എൻഫീൽഡ് റൈഫിളിന്റെ കാർട്രിഡ്ജ്, ഉണ്ട അല്ലെങ്കിൽ ബുള്ളറ്റ്, അതെന്ത് ചെയ്യുന്നുണ്ട്, they were greased, അതെന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് with the fat of cows and pigs. പന്നിയുടെയോ പശുവിന്റെയോ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് അത് ഗ്രീസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു കിംവദന്തി ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ
രണ്ട് സമൂഹമാണ് മുസ്ലിംസും ഹിന്ദുസും. മുസ്ലിങ്ങൾക്ക് പന്നിയുടെ നെയ്യ് എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. ദെൻ ഹിന്ദുസിന് കൗ എന്ന് പറയുന്നത് അവർ ദൈവികമായിട്ട് കാണുന്ന ഒരു മൃഗമായതുകൊണ്ട് അതിൻ്റെ നെയ്യെടുക്കുന്നതും നിഷിദ്ധമാണ്. ഇവർ ഈ നെയ്യ് ഉപയോഗിച്ച കാട്രിഡ്ജ് ഉപയോഗിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? വിസമ്മതിക്കുന്നുണ്ട്. ഈ ഒരു റൂമർ അഥവാ പശുവിൻ്റെയോ പന്നിയുടെയോ നെയ്യാണ് ഈ ഉണ്ടയിൽ ഗ്രീസായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന ഈ ഒരു കിംവദന്തി എന്ത് ചെയ്തു? ആ ഒരു സമയത്ത് സ്പ്രെഡ് ചെയ്തു. ഈ ഒരു റൂമർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് വൂണ്ടഡ് ദ റിലീജിയസ് സെന്റിമെന്റ്സ് ഓഫ് ദി ഹിന്ദു ആൻഡ് മുസ്ലിം സോൾജേഴ്സ്. ഇറ്റ് വൂണ്ടഡ്, ഇത് മുറിവേൽപ്പിച്ചിരുന്നു. എന്തിലേക്കാ മുറിവേൽപ്പിച്ചിരുന്നത്? ദ റിലീജിയസ് സെന്റിമെന്റ്സ് ഓഫ് ഹിന്ദു ആൻഡ് മുസ്ലിം സോൾജേഴ്സ്. ദാറ്റ് മീൻസ് ഇറ്റ് വൂണ്ടഡ്, ഇത് മുറിവേൽപ്പിച്ചിരുന്നു ദ റിലീജിയസ് സെന്റിമെന്റ്സ്, മതവികാരത്തെ, ഓഫ് ഹിന്ദു ആൻഡ് മുസ്ലിം സോൾജേഴ്സ്, ഹിന്ദുസിന്റെയും മുസ്ലിം സോൾജേഴ്സിന്റെയും. ഹിന്ദു മുസ്ലിം പട്ടാളക്കാരുടെ മതവികാരത്തെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു ഈ ഒരു റൂമർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, സൈനികർക്ക് പുതുതായിട്ട് നൽകിയിട്ടുള്ള എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന കാട്രിഡ്ജ് അഥവാ ഉണ്ട അല്ലെങ്കിൽ ബുള്ളറ്റ്, അതിൽ ഗ്രീസായിട്ട് ഉപയോഗിക്കുന്ന ആ ബുള്ളറ്റ് ഫ്ലെക്സിബിളായി വളരെ വേഗത്തിൽ പോകുന്നതിന് വേണ്ടി അതിലെന്ത് ചെയ്യും? ഒരു ഗ്രീസ് ഉപയോഗിക്കും. ആ ഗ്രീസായിട്ട് ഉപയോഗിക്കുന്ന കൊഴുപ്പ് എന്ന് പറയുന്നത് അത് എന്തിൻ്റെതാണ്? പശുവിൻ്റെയോ പന്നിയുടേതോ ആണ് എന്നുള്ള ഈ ഒരു റൂമർ, ഈ ഒരു പ്രചാരണം, ഈ ഒരു കിംവദന്തി എന്ത് ചെയ്തിട്ടുണ്ട്? ഹിന്ദു മുസ്ലിം പട്ടാളക്കാരുടെ മതവികാരത്തെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു മുസ്ലിം പട്ടാളക്കാർ എന്ത് ചെയ്യുന്നില്ല? ഈ തിരകൾ ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല. The soldiers who were unwilling to use the new cartridges were punished by the officers. ഈ ഒരു തിര ഉപയോഗിക്കാൻ, ഈ ഒരു ബുള്ളറ്റ് ഉപയോഗിക്കാൻ വിസമ്മതിച്ച പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് ഓഫീസേഴ്സ് വളരെ ക്രൂരമായി ശിക്ഷിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇൻ ബാരക്പൂർ ഇൻ ബംഗാൾ, മംഗൾ പാണ്ഡെ, an Indian soldier, shot at a British officer who forced him to use the new cartridge. ബംഗാളിലെ ബാരക്പൂരിലോ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹി വാസ് അറസ്റ്റഡ് ആൻഡ് ഹാങ്ഡ് ടു ഡെത്ത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും മരണം വരെ തൂക്കിലേറ്റുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തൂക്കിലേറ്റപ്പെടുന്നുണ്ട്. അപ്പൊ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ആ 6 പോയിന്റുകൾ നിങ്ങൾ, 6 അല്ല 7 പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ഒരു സംഭവമാണ് എന്തിന് കാരണമായത്? 1857 റിവോൾട്ടിന് കാരണമായത്. ഇങ്ങനെ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ബംഗാളിലെ ബാരക്പൂരിലെ പട്ടാളക്കാരനെ ഈ ഒരു പുതിയ ബുള്ളറ്റ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതിനാൽ ബ്രിട്ടീഷ് ഓഫീസർ എന്ത് ചെയ്യുന്നുണ്ട്? നിർബന്ധിക്കാണ് അത് ഉപയോഗിക്കണമെന്ന്. ആ സമയത്ത് മംഗൾ പാണ്ഡെ എന്ത് ചെയ്യുന്നു? ആ തിര ആ തോക്കിലിട്ടുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ നേരെ അങ്ങ് വെടിയുതിർക്കുന്നു. കാരണം എന്താ? അത്രമാത്രം ടോർച്ചറിങ് ആയിരുന്നു ആര് ചെയ്തിരുന്നത്? ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇന്ത്യൻ പട്ടാളക്കാരെ ചെയ്തിരുന്നത്. 1957 ആദ്യത്തെ രക്തസാക്ഷിയാണ് ആരെന്ന് പറയുന്നത്? മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. അപ്പൊ മംഗൾ പാണ്ഡെയെ വധിച്ചതോടുകൂടി ഇന്ത്യയിലെ പട്ടാളക്കാർ ആർക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ഒരു ശിപായിമാര്
ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ കലാപം സംഘടിപ്പിക്കുമ്പോൾ അതിൽ ആരെല്ലാം പങ്കാളികളായി? നേരത്തെ വളരെയധികം ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച കർഷകരും കരകൗശല തൊഴിലാളികളും രാജാക്കന്മാരും പങ്കുകൊണ്ടു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഒരു പ്രക്ഷോഭത്തിലും ആര് പങ്കാളികൾ ആവാറില്ല? ഇന്ത്യയിലെ രാജാക്കന്മാർ പങ്കാളികൾ ആവാറില്ല. എന്നാൽ 1857 പ്രക്ഷോഭത്തിലോ ഇന്ത്യയിലെ രാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. എന്തായിരുന്നു അതിന്റെ കാരണം? അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാര് ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയതാണ്. സാധാരണഗതിയിൽ ഇന്ത്യയിലെ രാജാക്കന്മാർ അവർക്ക് കുട്ടികളില്ലെങ്കിൽ അവരുടെ രാജ്യം അനാഥമായി പോവാതിരിക്കാൻ ദത്തെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ദത്തെടുത്തു കഴിഞ്ഞാൽ അവരുടെ രാജ്യം അന്യാധീനപ്പെട്ടു പോവില്ല. എന്നാൽ ബ്രിട്ടീഷുകാര് ദത്തവകാശ നിരോധനം നടപ്പിലാക്കി. എന്തിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയത്? രാജാക്കന്മാർക്ക് അനന്തരാവകാശികളില്ലാത്ത ആ നാട്ടുരാജ്യങ്ങൾ ആർക്ക് സ്വന്തമാക്കാമായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് സ്വന്തമാക്കാമായിരുന്നു. ഈ ഒരു ഉദ്ദേശത്തിലാണ് അവരെന്ത് നടപ്പിലാക്കുന്നത്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ദ ബ്രിട്ടീഷ് ടുക്ക് ഓവർ ദ പ്രിൻസിലി സ്റ്റേറ്റസ് ത്രൂ ദ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്. ഓക്കെ, ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നുണ്ട്? നാട്ടുരാജ്യങ്ങള് കീഴടക്കുന്നുണ്ട്. ഏതിലൂടെ? ഡോക്ട്രൈൻ ഓഫ് ലാബ്സിലൂടെ, ദത്തവകാശ നിരോധന നിയമത്തിലൂടെ. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ നിങ്ങൾ. ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് വേർ കൺവിക്റ്റഡ് ഓഫ് ഇൻഎഫിഷ്യന്റ് റൂൾ. ഓക്കെ, പ്രിൻസിലി സ്റ്റേറ്റസ് മേൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ദേ വേർ കൺവിക്റ്റഡ് ഓഫ് ഇൻഎഫിഷ്യന്റ് റൂൾ. ദുർഭരണ കുറ്റം എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ ആരോപിക്കുന്നുണ്ട്. ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് വേർ കൺവിക്റ്റഡ് ഓഫ് ഇൻഎഫിഷ്യന്റ് റൂൾ. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ദുർഭരണ കുറ്റം ആരോപിക്കുന്നുണ്ട്. ആൻഡ് ദേ വേർ അനക്സഡ് ബൈ ദ ബ്രിട്ടീഷ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ നാട്ടുരാജ്യങ്ങളൊക്കെ ആര് പിടിച്ചെടുക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാര് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. ദി പ്രിൻസിലി സ്റ്റേറ്റ്സ് വേർ കൺവിക്റ്റഡ് ഓഫ് ഇൻഎഫിഷ്യന്റ് റൂൾ ആൻഡ് വേർ അനക്സഡ് ബൈ ദ ബ്രിട്ടീഷ്. ഓക്കെ ആണോ? യെസ്. അപ്പം ഈ 2 പോയിന്റുകളും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. റെഡിയാണല്ലോ? ഈ 2 കാരണങ്ങളെ കൊണ്ട് തന്നെ ശിപായി ലഹളയിലോ ശിപായിമാര് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന ഈ ശക്തമായ പ്രക്ഷോഭത്തില് ആരും പങ്കാളികളായി? രാജാക്കന്മാരും പങ്കാളികളായി. ഈ ഒരു കലാപത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളെ കുറിച്ചും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഏതൊക്കെയാണ് ആ നേതാക്കന്മാർ, ഏതൊക്കെയാണ് ആ കലാപസ്ഥലങ്ങൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ ഏത് സ്ഥലത്താണ് നേതൃത്വം നൽകിയിട്ടുള്ളത്? ഡൽഹിയിലാണ്. ഓക്കെ, അപ്പം ബഹദൂർ ഷാ രണ്ടാമൻ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹമാണ് അവസാനത്തെ മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും അവസാനത്തെ വ്യക്തി. ഓക്കെ, ബഹദൂർ ഷാ രണ്ടാമനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡൽഹിയിൽ 1857 റിവോൾട്ടിന് നേതൃത്വം നൽകിയത്. രണ്ടാമതായിട്ട് ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്ത് റാണി ലക്ഷ്മിബായി ആണ് നേതൃത്വം നൽകിയത്. 1857 റിവോൾട്ടില് ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്ത് റാണി ലക്ഷ്മിബായി ആണ് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് ഇവരെ ഝാൻസി റാണി എന്നും അറിയപ്പെടുന്നുണ്ട്. യെസ്. മൂന്നാമതായിട്ട് വരുന്നത്
ലക്നൌല് ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൗ എന്ന സ്ഥലത്ത് നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. നാലാമതായിട്ട് വരുന്നത് കാൺപൂരില് നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പിയാണ് കാൺപൂരില് ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നത്. ലാസ്റ്റ് വൺ ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള ആണ്. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദില് വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, ഓർത്തിരിക്കണം. ലീഡേഴ്സ് ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857, 1857 റിവോൾട്ട്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. കാൺപൂരിൽ നാനാ സാഹിബാണ് ആൻഡ് താന്തിയ തോപ്പിയാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിപ്ലവത്തിന്റെ പ്രത്യേകത മാത്രം നമുക്ക് നോക്കി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857. 1857 വിപ്ലവത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഒന്നാമത്തത്, അലോങ് വിത്ത് കിങ്സ് ആൻഡ് സീപോയ്സ്, പെസൻസ്, artisans and common people also took part in the revolt. ഈ 1857 വിപ്ലവത്തില് രാജാക്കന്മാരോടൊപ്പം, ശിപായിമാരോടൊപ്പം, കർഷകരോടൊപ്പം, കരകൗശല തൊഴിലാളികളോടൊപ്പം സാധാരണക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു കലാപത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തത്, ദ റിയൽ സ്ട്രെങ്ത് ഓഫ് ദി റെബലിയൻ വാസ് ദ ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഈ കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത്, ദേ അറ്റാക്ക്ഡ് ദ ബ്രിട്ടീഷ് ആൻഡ് മണി ലെൻഡേഴ്സ് ആൻഡ് സെറ്റ് ഫയർ ടു ദയർ അക്കൗണ്ട് ബുക്സ്, ഡീഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. ദേ അറ്റാക്ക്ഡ്, അവരെ ആക്രമിക്കുന്നുണ്ട്. ദ ബ്രിട്ടീഷ് ആൻഡ് മണി ലെൻഡേഴ്സ്, ബ്രിട്ടീഷുകാരെയും പണമിടപാടുകാരെയും. സെറ്റ് ഫയർ, എന്നിട്ട് കത്തിക്കുന്നുണ്ട്. ടു ദയർ അക്കൗണ്ട് ബുക്സ്, അവരുടെ അക്കൗണ്ട് ബുക്കുകളൊക്കെ, കണക്ക് പുസ്തകങ്ങളൊക്കെ. ഡീഡ്സ്, അവരുടെ പ്രവൃത്തികളൊക്കെ. ആൻഡ് ഡോക്യുമെന്റ്സ്, രേഖകളൊക്കെ. ഓഫ് ട്രാൻസാക്ഷൻ, അവർ നടത്തിയ ഇടപാടുകളുടെ. അപ്പം കൊള്ളപ്പലിശക്കാരും ബ്രിട്ടീഷുകാരും നടത്തിയ പണമിടപാട് രേഖകള്, കണക്ക് പുസ്തകങ്ങളൊക്കെ ആര് തീയിടുന്നുണ്ട്? പ്രതിഷേധക്കാർ തീയിടുന്നുണ്ട്. ദെൻ ദ റൈറ്റേഴ്സ് ക്യാപ്ചേർഡ് ഡൽഹി, വിപ്ലവകാരികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡൽഹിയെ പിടിച്ചെടുക്കുന്നുണ്ട്. ആൻഡ് ഡിക്ലെയർഡ് ബഹദൂർ ഷാ രണ്ടാമൻ ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ. ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുടെ രാജാവായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തില് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ആര് കാഴ്ചവെച്ചത്? 1857 ഈ ശിപായിമാരുടെയും രാജാക്കന്മാരുടെയും കരകൗശല തൊഴിലാളികളുടെയും ദെൻ കർഷകരുടെയും സാധാരണക്കാരുടെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അരങ്ങേറിയത്. ഒരു ഘട്ടത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഈ പ്രക്ഷോഭത്തില് ഡൽഹി വരെ ആര് പിടിച്ചെടുക്കുന്നുണ്ട്? വിപ്ലവകാരികൾ പിടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ ഈ വിപ്ലവം എന്ത് ചെയ്യാണ്? അവസാനം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം എന്തൊക്കെയായിരുന്നു ഈ ഒരു വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങൾ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും കൃത്യമായിട്ട് ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ നോക്കാം. ദെൻ ഒരു ടെക്സ്റ്റിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾ ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കാം. ടെക്സ്റ്റിൽ പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തി മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഹാവ് എ നൈസ്